നമസ്കാരം. ആദ്യമായി എല്ലാവരെയും ഞാൻ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് ഒരു കത്താണ്. മരണപ്പെട്ട കാമുകന് അയാളുടെ കാമുകി കല്ലറയിലേക്ക് എഴുതുന്ന ഒരു കത്ത്. എൻ്റെ സങ്കല്പത്തിൽ ഞാൻ എഴുതിയ ഒരു കത്ത്, എൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഞാൻ എഴുതിയതാണ്. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ വായനയിലേക്ക്, കത്തിലേക്ക് നമുക്ക് കടക്കാം. പ്രിയപ്പെട്ട ബോബിക്ക്, കാത്തിരിപ്പുകൾക്ക് വിരാമമില്ലെന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോഴും കാത്തിരിപ്പ് അനുസ്യൂതമായിക്കൊണ്ടിരിക്കുന്നു. മറുപിറവി കാത്തുകിടക്കുന്ന ഈ ജന്മത്തിലെ പ്രണയഭ്രമങ്ങൾ, തുടർച്ചകളിൽ ഇടറാത്ത ഹൃദയശാലിനതയിൽ ഞാൻ ചുണ്ടിൽ നറുപുഞ്ചിരിയുമായി നിന്റെ ശൂന്യതയിൽ നോക്കി അമ്പരന്ന് നിൽക്കുന്നുണ്ട്. ഇന്ന് കടകൾ തുറന്നില്ലായിരുന്നു, വ്യാപാരികൾ പണിമുടക്കിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം നിനക്ക് ഞാൻ എൻ്റെ പ്രണയത്തിൻ്റെ സുഖതങ്ങൾ നൽകുവാനിറങ്ങിയതാണ്. എങ്ങനെയാണ് ബോബി, നീയില്ലാതെ നമ്മുടെ പൂക്കൾക്കൊക്കെ ഇത്ര മധുരമായി ചിരിക്കാൻ കഴിയുന്നത്? നീ അവരോട് സംവദിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അവരുടെ ഭാഷയിൽ, അല്ലേ? അതുകൊണ്ട് നിനക്ക് സമ്മാനിക്കാൻ ഞാൻ തന്നെ പൂക്കൾ ശേഖരിച്ചു മനോഹരമായ പൂച്ചെണ്ടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നീ പോകും മുൻപ് നീ അറിയാതെ പൊഴിഞ്ഞു വീണ ഞാൻ സൂക്ഷിച്ചു വച്ചൊരു മുടിനാരുണ്ട് എൻ്റെ പക്കൽ. ഇത്തിരി പോന്ന ആ മുടിനാരിൻ്റെ നീളത്തിലും വലുപ്പത്തിലും ഞാൻ നീയുമായുള്ളൊരു വലിയ ലോകം കാണാൻ തുടങ്ങിയിട്ട് അനേകം നാളുകളായി. മയിൽപ്പീലി പെറ്റുപെരുകിയിട്ടും നിന്റെ മുടിനാര് വളർന്നില്ല, പെരുകയില്ല. അതിപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ പുസ്തകത്താളിൽ കറുപ്പ് പകർത്തുന്നു. നിന്റെ മുടിനാരിൻ്റെ ഇരുളിൻ്റെ ഉള്ളറകളിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചം ഉദിച്ചുകൊണ്ടിരിക്കുന്നത്. സുഖമാണോ ബോബി? ബോബിക്ക് അവിടെ ഒത്തിരി പേരുണ്ടല്ലോ കൂട്ടിന്. ബോബിയുടെ വേദനകളൊക്കെ ഇപ്പോൾ തീർന്നു. എനിക്കറിയാം തീർന്നുവെന്ന്. തഴുകി വരുന്ന കാറ്റിൽ ബോബി ഉണ്ടെന്ന് എനിക്കറിയാം. മഴ പെയ്യുമ്പോൾ അതിൽ ചേർന്ന ബോബിയുടെ കണ്ണുനീരിനെ ഞാൻ മുത്തങ്ങൾ കൊണ്ട് പൊതിയാറുണ്ട്. നഷ്ടങ്ങളെ ചേർത്ത് കൊണ്ട് നടക്കുമ്പോഴെല്ലാം ഭ്രാന്തി പിടിച്ച തൂലികയിൽ നിന്നും കവിതകളായി നീ ഒഴുകുവാറുണ്ട്. ഒറ്റയ്ക്കല്ല എന്നും എപ്പോഴും കൂട്ടിനുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകുന്നത് ഞാൻ കല്ലറക്കുള്ളിൽ ഒഴുക്കിവിട്ട പ്രണയഗീതങ്ങൾക്ക് നീ മറുവിരി കുറിച്ചു പാടുമ്പോഴാണ്. ഒത്തിരി ദൂരത്തുള്ള നിന്റെ കല്ലറയിലെ നിലയ്ക്കാത്ത ശ്വാസങ്ങൾ എൻ്റെ ഹൃദയമിടിപ്പിൽ ഒരുമിച്ചേരുന്നുണ്ട്. ഭ്രാന്തിയുടെ തൂലികയിലെ പരിമളകൾ നിന്റെ കല്ലറകളിൽ വിള്ളലേൽപ്പിക്കുന്നുണ്ട് ബോബി. അവിടെ മുഴുവൻ ഇരുട്ടാണല്ലേ. നീ ആ അന്ധകാരത്തിൽ കഴിയുമ്പോൾ എനിക്കെങ്ങനെ മരണത്തെക്കുറിച്ച് മനോഹരമെന്ന് എഴുതാതെ ഇരിക്കാൻ കഴിയും? പണ്ട് നിന്റെ നുണക്കുഴികളിൽ ഞാൻ ഒരുപാട് വരികൾ അടുക്കി വെച്ചിരുന്നു. എനിക്ക് നോവുമ്പോഴും ഉന്മാദം വരുമ്പോഴും അതിൽ വീണ് കിടന്ന് പിടയാൻ നിന്റെ തീക്ഷ്ണമായ മണിമുനകൾ ഞാൻ എന്നെ തന്നെ കൊത്തിവെച്ചിരിക്കുന്നു. മിണിമുനകളും നുണക്കുഴികളും ഇരുളിൽ അടർന്നു വീണില്ലേ? വീണാലും വാടാത്ത പൂക്കളിലെ അതുവേളയാണ് ബോബി നീയും. ഈ പൂച്ചെണ്ടിൽ ഒരുപാട് പൂക്കൾ അടങ്ങിയിട്ടുണ്ട്. പേരുകൾ പ്രത്യേകം എടുത്തു പറയുന്നില്ല. കൂടുതലും ലില്ലിപ്പൂക്കളാണ്. നിനക്ക് ഏറെ ഇഷ്ടമുള്ള ലില്ലിപ്പൂക്കൾ. അന്ന് ബോബിയുടെ മനസ്സിലെ ചെറിയ മാത്രകളിൽ ഒരുപാട് ഈശ്വരന്മാരെ ഒന്നിച്ചു കണ്ടു കാണുമല്ലേ? എത്ര പിടിച്ചിട്ടും കയ്യിൽ കിട്ടാത്ത വിധം നിന്റെ ബൈക്കിനോടൊപ്പം നീ ആ വലിയ വാഹനത്തിന് മുന്നിലേക്ക്, നിന്റെ ആ പിടുത്തത്തിൽ ഒന്ന് വെട്ടിമാറാൻ നീ ഒരുപാട് ആഗ്രഹിച്ചിരിക്കും. നിന്റെ പേശികൾ വലിഞ്ഞു മുറുകിയിരിക്കും, കണ്ണുകൾ ഭൂഗോളം പോലെ തുറിച്ചു വന്നിരിക്കും. നിയന്ത്രണം കിട്ടാതെ മരണത്തിൻ്റെ ചൂളയിലേക്ക് അന്നങ്ങനെ നീ ശൂന്യതയോട് പുഞ്ചിരിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ കാണുന്നവർക്ക് ആർക്കും അറിയില്ലല്ലോ. കാണാമറയത്ത് അവരുടെ കണ്ണുകൾക്ക് അദൃശ്യമായി നീ എൻ്റെ ചാരയുള്ളതും വാചാലമാകുന്നതും. ഭ്രാന്തിയുടെ ചൽപ്പനങ്ങളെന്ന് ചൊല്ലട്ടെ അവരോരോന്നും, ഭ്രാന്തിൻ്റെ മുഷിഞ്ഞു മലിനമായ വരികളെന്ന് കരുതട്ടെ ഓരോരുത്തരും. എൻ്റെ ഭ്രാന്തിനെ നിന്റെ ഭ്രാന്ത് കൊണ്ട് ശമിപ്പിക്കാൻ കഴിയും. ഞാൻ ഒറ്റയ്ക്കല്ല ബോബി, എപ്പോഴും ആത്മപ്രകാശമായി അതിലടങ്ങിയ ചൈതന്യമായി എവിടെയും നീയുണ്ട്. നീ മരിക്കുന്നില്ല. നശ്വരം ശരീരങ്ങൾക്കാണ്, മനസ്സ് അനശ്വരമാണ്. എൻ്റെ ഓരോ അണുവിലും നീ നിറയുന്നു. പ്രണയത്താൽ നിന്നെ ആശ്ലേഷിക്കുന്നു. ഞാൻ നിന്റെ ചേതനകൾ അന്തർശൂന്യതയിൽ നിന്നും അറിയുന്നുണ്ട്. അവിടെ ആത്മാവ് നിറയുന്നു, എന്നാലും എരിയുന്നു. എപ്പോഴും സ്നേഹത്തോടെ നിർത്തുന്നു എന്ന സ്വന്തം പ്രിയപ്പെട്ടവൾ. അപ്പോൾ എൻ്റെ എഴുത്ത് എല്ലാവർക്കും, എൻ്റെ വായനയും എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കുഴപ്പങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതിനെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നന്ദി, സന്തോഷം, ബൈ.